ഹായ്. പ്രസന്ന വിത്താനകയുടെ സംവിധാനത്തിൽ ഈ ഒരു വർഷം ഒരുപാട് അവാർഡ് വേദികളിൽ പ്രദർശനം നടത്തി ഒരുപാട് അവാർഡുകളും അതുപോലെ തന്നെ നോമിനേഷൻസും ഒക്കെ വാരിക്കൂട്ടിയ ഒരു സിനിമയായിരുന്നു പാരഡൈസ് എന്നുള്ളത്. ചിത്രം ഇപ്പോൾ മനോരമ മാക്സ് വഴി അവൈലബിൾ ആണ്. ചിത്രം ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ശ്രീലങ്കൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമയ്ക്കുള്ളിൽ മലയാളമുണ്ട്, അതുപോലെ സിംഹള ഭാഷയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതായത് മലയാള സിനിമയാണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ മലയാളം ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സിനിമയുടെ ഒരു കഥ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ കഥാപരിസരം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായകനും നായികയും കപ്പിൾസാണ്. അവരവരുടെ വിവാഹ വാർഷികമല്ല 5ാമത്തെ വർഷം ആഘോഷിക്കാനായിട്ട് ശ്രീലങ്കയിലേക്ക് എത്തുകയാണ്. അത് ടൂറിസ്റ്റുകളായിട്ടാണ് എത്തുന്നത്. എന്തായാലും അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ഗൈഡിനെയും കിട്ടി. അങ്ങനെ ഇവരവിടെ ഒരു റിസോർട്ടിൽ താമസം ആരംഭിക്കുകയാണ്. ഇതിന് ശേഷം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഇവരുടെ ലൈഫിലേക്ക് എത്തുകയാണ്. ഇതിന് ശേഷം സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ എന്നുള്ളതാണ് പാരഡൈസിൻ്റെ പ്രമേയം എന്നുള്ളത്. ഈ ഒരു ചിത്രത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ പറ്റിയും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു പ്രേക്ഷകരിലേക്ക് നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ പറ്റിയൊക്കെയാണ് ആദ്യമേ പറയേണ്ടത്. സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത് 1.5 മണിക്കൂറാണ്. നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം ഒരു ശ്രീലങ്ക ഒന്ന് സഞ്ചരിക്കാം, അതുപോലെ അവിടുത്തെ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെയുള്ളൊരു ഫീലാണ്. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും ഈ സിനിമയുടെ കഥയിലൂടെ തരുന്നത്. സ്റ്റോറി വൈസിൽ ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂർ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയുള്ളൂ. ആ സ്ക്രീൻ പ്ലേയിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല മനോഹരമാക്കി കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത്. കൂടാതെ പെർഫോമൻസ് വൈസിലേക്ക് വരുമ്പോഴത്തേക്കും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് എല്ലാ താരങ്ങളും. അതായത് വിരളിൽ എണ്ണാൻ പറ്റുന്ന താരങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നായകൻ, നായിക, അതുപോലെ തന്നെ ഒരു ഗൈഡ്, അതുപോലെ തന്നെ ഒരു പോലീസ് ഇൻസ്പെക്ടർ, പിന്നെ ഞാൻ പറഞ്ഞ റിസോർട്ടിലെ 2 ജോലിക്കാർ. ഇതാണ് മൊത്തത്തിലെ കഥാപാത്രങ്ങൾ എന്നുള്ളത്. എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എങ്കിലും റോഷൻ മാത്യു ആണ് ഹീറോ ആയിട്ട് എത്തുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രകടനമാകട്ടെ. ദർശന രാജേന്ദ്രനാണ് നായികയായിട്ട് എത്തുന്നത്, പുള്ളിക്കാരത്തിൻ്റെ പ്രകടനമാകട്ടെ. ഇവർ രണ്ടിൻ്റെ പ്രകടനമൊക്കെ ഒരു ടോപ്പ് നോച്ച് എന്ന് പറയാൻ സാധിക്കും. ഗംഭീരമായിട്ട് തന്നെയാണ് ആ കഥാപാത്രങ്ങൾ അവർ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. കൂടാതെ അതിൻ്റെ അകത്തൊരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് മഹേന്ദ്ര പെരേര എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എത്തുന്നുണ്ട്. പുള്ളിയുടെ പ്രകടനമൊക്കെ വളരെ നൈസായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കൂടാതെ ശ്യാം ഫെർണാണ്ടോ എന്ന് പറയുന്ന ആളാണ് ആ ഒരു ഗൈഡ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ പ്രകടനവും നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പെർഫോമൻസ്, അതുപോലെ ഞാൻ പറഞ്ഞ 2 കഥാപാത്രങ്ങളുണ്ടല്ലോ ആ ഒരു റിസോർട്ടിലെ, എല്ലാവരും നൈസായിട്ടുള്ള പ്രകടനം. അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ഒരു അഭിനയം എന്നത് നമുക്ക് കാണുമ്പോഴത്തേക്കും ഇതൊരു അഭിനയമാണെന്ന് തോന്നുന്നില്ല. നമ്മൾ റിയലായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളെ ഏറ്റെടുത്ത് ഈ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി പറയേണ്ടത് ചിത്രത്തിൻ്റെ DOP കാഴ്ച തന്നെയായിരുന്നു. രാജീവ് രവിയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായിരുന്നു. എനിക്ക് ഈ സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒരു അറ്റ്മോസ്ഫിയർ തരുന്നുണ്ട്. അതായത് ഈ സിനിമയ്ക്കുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഓക്കെ, ഒരു മഞ്ഞുകാലത്താണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോഴത്തേക്കും കോടയും അങ്ങനെയുള്ള മഞ്ഞും മലയും ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം 1.5 മണിക്കൂറേ ഉള്ളെങ്കിലും ഇത് അത്യാവശ്യം സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരു അവാർഡ് ഫിലിം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒരു ഉറ്റുനോക്കി എടുക്കുന്ന ഒരു ഫിലിമാണല്ലോ ഇത്തരത്തിലുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ലോനെസ് എന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണും. പിന്നെ കൊമേഴ്ഷ്യൽ ചേരുവകളൊന്നും തന്നെ കാണില്ല. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാസ് മസാല സിനിമകളൊക്കെയാണ് ഇഷ്ടം, ആക്ഷൻ സിനിമകളാണ് ഇഷ്ടം, അല്ലെങ്കിൽ പക്ക ത്രില്ലിംഗ് ആയിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമകളാണ് ഇഷ്ടം, എനിക്ക് ഇങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ. ഈ സ്ലോ പേസിൽ പോകുന്ന അവാർഡ് ടൈപ്പ് സിനിമകളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്ക് അത്രയും മോശം ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഡീസൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10ൽ 7. എന്തായാലും കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങളൊന്ന് പങ്കുവെക്കുക. പിന്നെ ഈ സിനിമ ഞാൻ ഫാമിലിയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലിപ് ലോക്ക് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഷൻ മാത്യു ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് കാണുമല്ലോ. എന്തായാലും ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.